ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന 2 തരം ജ്യൂസാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരല്പം സബ്ജ സീഡ്സ് കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു 10-15 മിനിറ്റ് വെച്ചാൽ തന്നെ കുതിർന്ന് കിട്ടും. പിന്നെ ഇതിലോട്ട് 2 ഇളനീരിൻ്റെ കാമ്പാണ് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പഞ്ചസാര കുറച്ച് കൊടുത്തിട്ട് മിൽക്ക് മെയ്ഡാണ് കേട്ടോ കൂടുതൽ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് കയ്യില്ലെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലവണ്ണം ബ്ലെൻഡ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇത്. ഇനി ഇതിലോട്ട് നല്ല തണുത്ത പാല് ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജ്യൂസിന് ആവശ്യമായിട്ടുള്ളത് ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഫുള്ളും പാലൊഴിച്ച് കൊടുക്കുന്നില്ല. വലിയൊരു കപ്പിന് 1 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഒരല്പം തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്തെടുത്തത്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കിയെടുത്താൽ. പിന്നെ ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ അതൊരല്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനപ്പോൾ ഒരു ഗ്ലാസ്സിലോട്ട് മാത്രമാണ് കേട്ടോ സബ്ജ സീഡ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആർക്കും അധികം ഈ സബ്ജ ഇഷ്ടമില്ല കേട്ടോ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത്. എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ എല്ലാ ജ്യൂസുകളിലും ഇത് ചേർത്ത് കൊടുക്കും. പ്രത്യേകിച്ച് നോമ്പ് സമയത്ത് നല്ലതാണ് കേട്ടോ, നല്ല തണുപ്പാണ്. ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നത് നന്നാരി സിറപ്പ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നന്നാരി സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരുപാട് പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ട, കാരണം ആ സിറപ്പിൽ തന്നെ അത്യാവശ്യം മധുരമുണ്ടാവും. അപ്പോൾ ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജ്യൂസിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലോട്ട് സബ്ജ സീഡ്സ് ചേർത്ത് കൊടുക്കാം. തണുപ്പിന് ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബ്സാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 ജ്യൂസും ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് നോമ്പ് സമയങ്ങളിൽ കുടിക്കാനായിട്ട്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്